സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നോക്കൂ, 4 തരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് അച്ചാറുകളാണ്. ഓണല്ലേ ഇവിടെ, ഓണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കണം 4 തരത്തിലുള്ള, അതായത് നെല്ലിക്ക കൊണ്ടും വടുകപ്പുളി നാരങ്ങ കൊണ്ടുമുള്ള 4 തരത്തിലുള്ള കറികൾ. നോക്കൂ, ഇത് വെറും കായ എണ്ണയും മുളകും മുപ്പിച്ചു ഉലുവപ്പൊടി ഇട്ടു. ഈ നെല്ലിക്ക അങ്ങനെ ഡ്രൈ നെല്ലിക്ക. ഇത് നോക്കൂ, ഗ്രേവി ഉണ്ടാക്കി കടുകും മുളകൊക്കെ വറുത്തിട്ടു, കരിവേപ്പില ഇട്ടിട്ട് അതിൽ നെല്ലിക്ക ഇട്ടുണ്ടാക്കി. ഇത് വടുകപ്പുളി നോക്കൂ, അതുപോലെയുണ്ട് ഗ്രേവിയുള്ള വടുകപ്പുളി. ഇതാണ് ഒരു സായിപ്പ് വെള്ളക്കറി. ഈ വെള്ളക്കറി ഭയങ്കര ടേസ്റ്റാട്ടോ. സദ്യക്ക് വിളമ്പുമ്പോൾ നല്ലൊരു ഡിഫറെൻ്റ് സാധനമാണ്, നല്ല ടേസ്റ്റ്. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയണ്ടേ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. കടുകിട്ടു, ഉലുവിട്ടു, അത് കഴിഞ്ഞ് പിന്നെ മുളകിട്ടു, ചുവന്ന മുളകിടുക, പിന്നെ നല്ലെണ്ണ ഒഴിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ലെണ്ണയാണ് ആ കറികൾക്കൊക്കെ നല്ലത് കേട്ടോ. നല്ലെണ്ണ ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുക, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു. അത് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ചു. അത് തിളച്ചിക്കുമ്പോൾ അതിൽ കാശ്മീരി ചില്ലി പൗഡർ ഇടുക. അത് കുറച്ച് കൂടുതൽ ഇട്ടോളൂ കേട്ടോ. ഗ്രേവി കുറച്ച് കുറവ് മതി, അതിന് കാരണം കൊണ്ട്. അതൊക്കെ ഇൻസ്റ്റൻറ്റ് അച്ചാറാണ്, എളുപ്പം കേടുവന്ന് പോകും. അതുകൊണ്ട് കൂടുതൽ ഉണ്ടാക്കണില്ല. ഓണം പ്രമാണിച്ച് അതിൽ കുറച്ച് വിനീഗർ ഒഴിച്ചു. എന്നിട്ട് ആവി കയറ്റിയ നെല്ലിക്ക അതിലിട്ട് ഇളക്കി. അച്ചാർ കലായി. ഇത്തിരി കൂടി മുളക് പൊടി ഇട്ടാൽ അതിനൊന്നും കൂടി വലിയ കിട്ടും. കാശ്മീരി ചില്ലി നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് കേട്ടോ. അച്ചാർ ഇനി ബൗളിലാക്കിയിട്ട് കാണിച്ചു തരാം. കായപ്പൊടി ഇടണം, അതിൽ ഒരു തുള്ളി കായപ്പൊടി ഇടണം കേട്ടോ, അത് മറക്കല്ലേ, ഞാനിപ്പം മറന്നുപോയി. ഇതാ നെല്ലിക്ക ഗ്രേവി ഇല്ലാത്ത അച്ചാറാണ് ഉണ്ടാക്കുവാണെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ നല്ലെണ്ണയിൽ ഇത് ഉലുവിട്ടു, പിന്നെ കുറച്ച് കടുകിട്ടു. അത് പൊട്ടി കഴിയുമ്പോൾ കുറച്ച് കായ ഇടണം കേട്ടോ. കായ കുറച്ച് നല്ലോണം ഇടണം. എന്താ വെച്ചാൽ എണ്ണയിൽ ഉണ്ടാക്കണ കറി, എണ്ണക്കറിയാണ്. അത് കാരണം കൊണ്ട് കായ മൂത്ത് വരുമ്പോൾ എന്തുണ്ടാവണം വെച്ചെങ്കിൽ ഈ മുളക് പൊടി ഇടണം, മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 2-3 ടീസ്പൂൺ ഇട്ടുള്ളൂ. കാശ്മീരി ചില്ലി പൗഡർ നല്ല റെഡ് കളർ വരട്ടെ അച്ചാറിന്. അതിൽ ഇളക്കുക, പാകത്തിന് ഉപ്പിടുക. ഉപ്പിൽ വേവിച്ച് തന്നെയാണ്, പക്ഷെ അധികം ഉപ്പ് പോരാ. അത് കാരണം കൊണ്ട് നല്ലോണം ഇളക്കിക്കോളൂ. ഇളക്കി നല്ല പാകമാവുന്ന വരെ നോക്കുക. ഇതിൽ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ. എണ്ണക്കറിയാണ്, പക്ഷേ ഇതിൽ കേട് വരും. അത് അധികം നാളൊന്നും ഇരിക്കില്ല. ഇത് ആവി കൊള്ളിച്ച നെല്ലിക്കയാണ്. അത് കാരണം കൊണ്ട് ഉപ്പുണ്ടോ നോക്കി, ഉപ്പ് പോരെങ്കിൽ വീണ്ടും ഉപ്പ് ചേർക്കുക. എന്നിട്ട് ഒരു തുള്ളി വിനീഗർ ഒഴിച്ച് അസലായിട്ട് ഇളക്കി വിനീഗർ ഒഴിച്ച് വെക്കും. അത് കഴിഞ്ഞാൽ അച്ചാർ തേപ്പ് കലായി നോക്കിക്കോളൂ. നല്ല പോലെ ഇളക്കി നല്ല ഭംഗി വന്നു. ഇനി അതിൽ ഒരു തുള്ളി വിനീഗർ ഒഴിക്കണം കേട്ടോ. വിനീഗർ ഒഴിക്കാൻ വിട്ടു പോകല്ലേ, ഞാൻ മറന്നു പോകും. അത് കഴിഞ്ഞ് അച്ചാർ ഒരു ബൗളിലിടുക. എന്നിട്ട് അച്ചാർ കലായി. എണ്ണക്കറിയാണ് ഇത്. നെല്ലിക്ക നമ്മുടെ ഓണസദ്യക്ക് വിളമ്പാൻ പറ്റിയ നെല്ലിക്ക കറി. ഓണത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു അച്ചാറാണത് വടുകപ്പുളി അച്ചാർ കേട്ടോ. അതിൽ ഇഞ്ചി, വടുകപ്പുളി നാരങ്ങ മുറിച്ചിട്ടു, അതിൽ ഇഞ്ചി അരിഞ്ഞിട്ടു, പച്ചമുളക് അരിഞ്ഞിട്ടു. ഇഞ്ചി പച്ചമുളക് എത്ര വേണമെങ്കിൽ ഇടാം. എന്താ ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചു, കടായി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ചു, കടുകിടുക, മുളകിടുക, ഉലുവയിടുക. അതിന് പൊട്ടിക്കഴിഞ്ഞാൽ കറിവേപ്പില ഇടുക. അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. നോക്കൂ, എളുപ്പം തന്നെ. എടുത്തിട്ടോളൂ, കടുകിട്ടോളൂ. അതാ കടുകിട്ടു. ഇനി ചുവന്ന മുളകിട്ടു, ഉലുവിട്ടു. അത് കഴിഞ്ഞ് പൊട്ടട്ടെ. പൊട്ടി തെറിച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക, കുറച്ച് വെള്ളം ഒഴിക്കുക. അധികം വേണ്ട. അധികം വെള്ളം ഒഴിച്ചാൽ സംഭാരം പോലെയോ അച്ചാർ, അതിൻ്റെ ടേസ്റ്റ് പോകും. പാകത്തിന് ഉപ്പിടുക, മഞ്ഞൾപ്പൊടി ഇടുക. ഇനി കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ട് നല്ല പോലെ തിളക്കട്ടെ. 2-3 ടീസ്പൂൺ ഇട്ടുള്ളൂ കാശ്മീരി ചില്ലി പൗഡർ. നല്ല ഭംഗി കിട്ടണ്ടേ അച്ചാറിന്, നല്ല കൊഴുപ്പും കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ്. നല്ലോണം തിളക്കട്ടെ. നല്ല തിളച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് നാരങ്ങ ഇട്ട് ഒന്ന് തിളക്കട്ടെ. അധികം തിളയ്ക്കാൻ പാടില്ല, എന്നാലും നാരങ്ങ ഇട്ട് ഒന്ന് തിളച്ചുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. തിളയ്ക്കാം, അപ്പോഴേ അത് നാരങ്ങ സോഫ്റ്റ് ആവുള്ളൂ കേട്ടോ. ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കണം, അല്ലാണ്ട് പുരട്ടി അങ്ങനെ വെക്കരുത്. ഒന്ന് തിളച്ചോട്ടെ. ഞാൻ തിളപ്പിച്ച് ഒരു സ്വാദ് കുറവും ഇല്ല കേട്ടോ. ഇനി അതിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇടുക, കായം വേണമെങ്കിൽ ഒരു ലേശം ഇടുക. എന്നിട്ട് അത് വാങ്ങി വയ്ക്കുക, ബൗളിലാക്കുക. അങ്ങനെ നമ്മുടെ ഒഴിച്ച് കൂട്ടാൻ കലായി. വടുകപ്പുളി നാരങ്ങ നുറുക്കി വെച്ചിട്ടുണ്ടോ, അതിൽ പച്ചമുളകും ഇഞ്ചിയുണ്ട്. അതിൽ ഉപ്പിട്ട് ഇളക്കി കഴിഞ്ഞാൽ അത് വെള്ളക്കറി തയ്യാറായി. നമുക്ക് നല്ല രസമുള്ള വെള്ളക്കറി അത് ബൗളിലാക്കി കാണിച്ചു തരാം. ഈ അച്ചാറുകളൊക്കെ ഉണ്ടാക്കി, ഈ അച്ചാറുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമ്പോൾ ഏതാ കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യും. ഞാൻ റിപ്ലൈ അയക്കില്ല എന്ന് തീർച്ചയാണ്, എന്നാലും ഇനി റിപ്ലൈ അയക്കാൻ ഞാൻ ശ്രമിക്കാം. എല്ലാവരും കമൻറ്റ് ചെയ്യോ, ഇഷ്ടപ്പെട്ട ഹൈപ്പ് ചെയ്യോ, അതുപോലെ ഷെയർ ചെയ്യോ, ലൈക്ക് ചെയ്യോ കേട്ടോ. ഈ അച്ചാറുകൾ എല്ലാം ഡിഫറെൻറ്റ് ടൈപ്പാണ്, ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഒന്ന് പരീക്ഷിച്ച് നോക്കൂ നിങ്ങളുടെ ഓണത്തിന് തവണ.